ജനങ്ങൾ വന്നാൽ സർക്കാർ പിന്നാലെ വരും എന്നുള്ളതാണ് നാട്ടുകാർ പറഞ്ഞതും കാണിച്ചു തന്നതും. ഇതാ അങ്ങനെ പിന്നാലെയൊന്നുമല്ല, വളരെ മുന്നിൽ തന്നെയുണ്ട് ഉദയംപേരൂർ കൃഷി വകുപ്പ് അല്ലേ? സിനു ജോസഫ്, എന്താണ് നിങ്ങളോട്ട് ചെയ്തു കൊടുക്കുന്നത്? നമ്മുടെ ഇവിടുത്തെ പ്രധാനമായിട്ടും മനു എന്ന് പറഞ്ഞ നമ്മുടെ കർഷകന്റെ നേതൃത്വത്തിലുള്ള കൃഷിക്കൂട്ടമാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 22ഓളം വെറൈറ്റികൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു പ്രധാന അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മാരിഗോൾഡ്, അതുപോലെ തന്നെ സൺഫ്ലവർ ആണ്. അതിൻ്റെ ഒരു ആവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനകത്തൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കൂടി അവർ ഇതിനകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. പലരും ഇപ്പോൾ പ്രൊഡക്ഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റില്ല എന്ന് പലപ്പോഴും പറഞ്ഞു വെക്കാം. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഒരു ഇതിൽ അങ്ങനെ ഒരു വിഷയമില്ല. നമുക്ക് മാർക്കറ്റിംഗ് ഒരു വിഷയമല്ല. കാര്യം ഇവിടെ വരുന്ന സന്ദർശകർ ഇവിടുത്തെ പച്ചക്കറികൾ, അതായത് നല്ല കാർഷിക മുറകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ അവരത് വാങ്ങി അപ്പോൾ നമ്മുടെ കർഷകരെ ഒരു സഹായിക്കുന്ന ഒരു രീതിയിലും കൂടെ ഇതിനകത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വഴി ഡിസ്ട്രിക്ട് ക്ലസ്റ്റർ എന്ന് പറഞ്ഞൊരു പദ്ധതിയിൽ നമ്മൾ അവർക്ക് സബ്സിഡി അനുവദിച്ചിട്ടുണ്ട് ഈ കൃഷിക്കൂട്ടത്തിന്. പിന്നെ കൃഷി സമൃദ്ധിയുടെ ഭാഗമായിട്ട് നമ്മൾ ഒരു 1 ഏക്കറോളം പയർ അഡീഷണൽ ആയിട്ട് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അതൊക്കെയാണ് പ്രധാനമായിട്ടും ഇവിടെ ചെയ്തു വരുന്നത്. ഏതാണ് തരം ചെയ്തിട്ടുള്ളത്? ഇത് നമ്മുടെ അർക്ക ഇനത്തിൽപ്പെട്ടതാണ്. അതെ. നമുക്ക് കൂടുതൽ പ്രൊഡക്ഷൻ കിട്ടുന്നത് ഇത് ഹൈബ്രിഡ് ആയിട്ട് ചെയ്യേണ്ടി വരും. പിന്നെ ഇവിടെ കൂടുതലായിട്ട് നമ്മൾ കോഴിവളം, സ്ലറി അതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഉദയംപേരൂർ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഒരു വിഭാഗം കോസ്റ്റൽ ഏരിയയും മറ്റു ഭാഗം നല്ലതായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടിയാണ്. കോസ്റ്റൽ ഏരിയ കായലിന്റെ തീരമായിട്ട് വരും. അപ്പോൾ അത് മത്സ്യത്തൊഴിലാളികളാണ് കൂടുതൽ ആ ഭാഗത്ത്. ഇവിടെയാണ് നമ്മുടെ നല്ലൊരു വിഭാഗം കർഷകരുള്ള ഒരു സ്ഥലം. ദൈനംദിന ഇടപെടൽ നടത്തുന്ന ഒരു ഏരിയ. മിക്കവാറും ഇവിടെ വരാറുണ്ട്. ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് പോകുന്ന ഒരു സ്ഥിതിയാണ്. കൂടുതൽ ഏരിയയും കൃഷി ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്ത് തന്നെയാണ്. കണ്ടനാണ്. സിനു ജോസഫ് മാത്രമല്ല, ഉദയംപേരൂർ കൃഷിഭവനിൽ നിന്നുള്ള അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സുനിൽ കുമാർ. സുനിലേട്ടാ, നിങ്ങളിവിടെ കുറച്ചും കൂടി ഇൻവോൾവ് ചെയ്ത് നിൽക്കുന്ന ആൾ കൂടിയാണ്. മനു ഞാനുമായിട്ട് 10-15 വർഷം മുമ്പിലത്തെ പരിചയമുണ്ട്. ഞാനിവിടെ 1 വർഷമായുള്ള കൃഷിഭവനിൽ എത്തിയിട്ട് നമ്മളെ സംബന്ധിച്ച് കൃഷി ചെയ്യാൻ മനസ്സാണ് സാധാരണ കർഷകർക്ക് ഇല്ലാത്തത്. കർഷകർക്കുണ്ട്, ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് കൃഷി ചെയ്യാനും മനസ്സില്ല. പക്ഷേ മനുവിനെ കണ്ടപ്പോൾ നല്ല മനസ്സുള്ളൊരു നല്ല ചെറുപ്പക്കാരനാണ്. പുള്ളിക്ക് കൃഷിയോടുള്ള നല്ല താല്പര്യം തിരിച്ചറിഞ്ഞ് അതിന് വേണ്ട സപ്പോർട്ടുകളും രാവിലെ ഉച്ചയ്ക്കൊക്കെ ആയിട്ട് എപ്പം വിളിച്ചാലും ഇവിടെ എത്തുക എന്നുള്ളൊരു ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ മനുവിൽ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഠിനാധ്വാനിയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ പാടത്തും പറമ്പിലുമായിട്ട് മനുവിൻ്റെ ജീവിതം പോകുന്നു. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ലാഭകരമാണ് ഈ കൃഷി. മറ്റുള്ളവരെല്ലാം നഷ്ടമാണെന്ന് പറയുമ്പോഴും മനുവിനെ സംബന്ധിച്ച് ലക്ഷങ്ങൾ ലാഭം ഉണ്ടാക്കുന്ന ഈ കൃഷിയിൽ നിന്ന്. അതാണ് മനുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ കൃഷിക്കൂട്ടത്തിൻ്റെ എല്ലാമാണ് മനു. ഉദയംപേരൂരിൽ മനു ഇപ്പോൾ നടത്തുന്ന ഈ കൃഷി തെക്കേയറ്റത്ത് തിരുവനന്തപുരത്തോ വടക്കേയറ്റത്ത് കാസർഗോഡോ സാധ്യമാണ്? തീർച്ചയായിട്ടും സാധ്യമാണ്. നല്ലൊരു മനസ്സാണ് വേണ്ടത്. കൃഷി ചെയ്യാൻ ഒരു മനസ്സുണ്ടെങ്കിൽ ഏത് പ്രദേശത്തും നല്ല രീതിയിൽ കൃഷി ചെയ്യാനും കഴിയും, ലാഭകരമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും. എല്ലാ ചെറുപ്പക്കാരോടും പറയാനുള്ളത്, ഇത് കമ്പ്യൂട്ടറിൽ ഭക്ഷിക്കാൻ കഴിയില്ലല്ലോ. പുറത്തുനിന്ന് വന്ന ഭക്ഷണങ്ങൾ മുഴുവൻ വിഷാംശം നിറഞ്ഞാണ്. നമുക്ക് സ്വയം പര്യാപ്തം എത്തുന്നതിന് വേണ്ടി നമ്മൾ പരിശ്രമിച്ചാലേ ശരിയാവുകയുള്ളൂ. അതിനുവേണ്ടി സ്വന്തമായി കൃഷി ചെയ്യുക. കൃഷി ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാകുമ്പോൾ കൃഷിഭവൻ തന്നെ പുറകെ എത്തും. കൃഷിഭവൻ തന്നെ പുറകെ എത്തില്ല, കൃഷിഭവൻ ഒരു പടി മുമ്പിൽ അവരോടൊപ്പം ചലിക്കും. അപ്പോൾ അവർക്കതിൽ താല്പര്യം ഉണ്ടാവും. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതിലൊരു കൃഷിഭവനിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കൃഷിക്കാർ കൃഷി ചെയ്യും. പക്ഷേ അതിനൊരു നല്ല മനസ്സ് മാത്രമാണ് വേണ്ടത്. എല്ലാവരും അങ്ങനെ ആകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.